സമൂഹ വിവാഹ സംഘാടകർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് വിവാഹവേദിയിൽ വധൂവരന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും പ്രതിഷേധവും തർക്കവും. 35 ദമ്പതികളുടെ സമൂഹ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും തർക്കം മൂലം നടന്നത് 9 വിവാഹങ്ങൾ മാത്രമാണ്. തുടർന്ന് 26 പേർ വിവാഹത്തിൽ നിന്ന് പിന്മാറി. വാക്കേറ്റം മുറുകിയതോടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് സ്ഥിതി നിയന്ത്രിച്ചത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ 22 പേരുടെയും 2 നവദമ്പതികളുടെയും പരാതിയിൽ സംഘാടകർക്കെതിരെ ചേർത്തല പോലീസ് കേസെടുത്തു. ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൽസ്നേഹ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇന്നലെ 35 ദമ്പതികളെ പങ്കെടുപ്പിച്ച് സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. ഇതര ജില്ലകളിൽ നിന്നുമാണ് സംഘാടകർ വധൂവരന്മാരെ തിരഞ്ഞെടുത്തത്. ഇടുക്കിയിലെ മുതുവാൻ, മണ്ണാൻ സമുദായങ്ങളിൽ നിന്നും മാത്രം 22 വധൂവരന്മാരെത്തിയിരുന്നു. സ്വർണത്തിന്റെ താലിമാലയും 2 ലക്ഷം രൂപയും വിവാഹ വസ്ത്രങ്ങളും നൽകാമെന്ന് പറഞ്ഞാണ് സംഘാടകർ വിവാഹത്തിന് ക്ഷണിച്ചതെന്ന് സമുദായ നേതാവ് തങ്കൻ പറയുന്നു. അതുപോലെ തന്നെ വിവാഹത്തിന് മുൻപായി നടത്തിയ കൗൺസിലിംഗിലും ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ്. പണവും സ്വർണവും ചെലവുകളും സ്പോൺസർഷിപ്പുകളിലൂടെയും സംഭാവനകളിലൂടെയും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിരുന്നതായും പറയുന്നു. വിവാഹത്തിന് എത്തിയപ്പോഴാണ് താലിയും വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും മാത്രമാണ് ഉള്ളതെന്ന് സംഘാടകർ പറഞ്ഞതെന്ന് തങ്കൻ വിശദീകരിച്ചു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് വിവാഹവേദിയിൽ ബഹളത്തിനും വാക്കേറ്റത്തിനും വഴിതെളിച്ചത്. ഇടുക്കിയിൽ നിന്ന് എത്തിയവരും മറ്റും വിവാഹവേദിയിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ 2 വട്ടം ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. പിന്നീട് കൂടുതൽ പോലീസ് എത്തി വേദിയിൽ നിന്നവരെ താഴെ ഇറക്കിയ ശേഷമാണ് 9 പേരുടെ വിവാഹം നടത്തിയത്. ഇടുക്കിയിൽ നിന്നുള്ള വധൂവരന്മാരോടൊപ്പം 75 പേർ വാഹനങ്ങളിൽ എത്തിയിരുന്നു. ഇവർ വന്ന വാഹനങ്ങളുടെ വാടകയ്ക്കുള്ള പണം പോലും സംഘാടകർ നൽകിയില്ല എന്നാരോപിച്ച് ഓഡിറ്റോറിയത്തിനും പരിസരത്തും തുടർന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിലും അവർ പ്രതിഷേധം നടത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ സംഘാടകരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് 25,000 രൂപ വാഹനങ്ങളുടെ വാടകയായി നൽകി. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു, ചേർത്തല SI KP അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥിതി നിയന്ത്രിച്ചത്.